ക്രിസ്ത്യാനോ റൊണാൾഡോ പെനാൽറ്റി പാഴാക്കിയിരിക്കുന്നു. റൊണാൾഡോ നെയ്മറെ അനുകരിച്ചതാണോ? മെസ്സിയെ പെനാൽറ്റി എടുക്കാൻ പഠിപ്പിക്കുന്നത് നെയ്മറാണോ? ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നന്മ. കഴിഞ്ഞ പോർച്ചുഗലിന്റെ മാച്ചിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പെനാൽറ്റി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ആളെടുക്കുന്ന ഒരു സ്റ്റൈലിലുള്ള പെനാൽറ്റി ആയിരുന്നില്ല. അപ്പോൾ അത് നെയ്മർ എടുക്കുന്ന പെനാൽറ്റിയുമായിട്ട് സാമ്യമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് വീഡിയോ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത് ഒരു ഫുട്ടേജ് ഞാനിങ്ങനെ കണ്ടു. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇതാണ് ആ വീഡിയോ. അപ്പോൾ ഇതിൽ ശരിയാണ്, ഏറെക്കുറെ നെയ്മർ എടുക്കുന്ന പെനാൽറ്റീസ് പോലെ തന്നെയുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നെയ്മർ ആണെങ്കിലും മെസ്സി ആണെങ്കിലും റൊണാൾഡോ ആണെങ്കിലും ഇനി ആരായാലും പലരും പല ടൈപ്പിൽ പെനാൽറ്റി എടുക്കുന്ന ആളുകളാണ്. അവരുടേതായിട്ടുള്ള ഒരു ശൈലി എല്ലാ പ്ലേയേഴ്സിനും ഉണ്ടാവും. അപ്പോൾ നെയ്മറുടെ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ അത് 100% ട്രിക്കിയാണ്, ഭയങ്കര ട്രിക്കാണ്. നെയ്മർ എന്ന് പറയുന്ന ആൾ ഭയങ്കര സ്കിൽഡ് ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ആളെടുക്കുന്ന പെനാൽറ്റീസിലായാലും ആളെടുക്കുന്ന ഫ്രീ കിക്കിലായാലും കോർണേഴ്സിലായാലും ഇപ്പം നമ്മൾ ലാസ്റ്റ് കണ്ടു കോർണറൊക്കെ എടുത്ത് ഗോൾ ഇടുന്നത് സാന്റോസിന് വേണ്ടിയാണ്. അപ്പോൾ ആളുടെ എല്ലാ മൂവ്മെന്റ്സിനും ഒരു സ്റ്റൈൽ ഉണ്ടാവും, ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ആൾ ഭയങ്കര ട്രിക്കാണ്, ഭയങ്കര സ്കിൽഡാണ്. എല്ലാവരെയും ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള ഒരു ഗെയിം കളിക്കുന്ന ഒരു പ്ലെയറാണ് നെയ്മർ. അപ്പോൾ നെയ്മറുടെ പെനാൽറ്റീസ് ട്രിക്കിയാണ്. എന്നാൽ റൊണാൾഡോയുടെ പെനാൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, റൊണാൾഡോയുടെ പെനാൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പർക്ക് കാണാൻ പറ്റാത്ത സാധനമായിരിക്കും. ഒന്നെങ്കിൽ വല കീറുക അല്ലെങ്കിൽ കീപ്പർ ചാകുക എന്നുള്ള സെറ്റപ്പിലുള്ള പെനാൽറ്റിയാണ് റൊണാൾഡോ എടുക്കുന്നത്. സോ റൊണാൾഡോയിൽ നിന്ന് നമ്മൾ ആ പെനാൽറ്റി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റൊണാൾഡോ വന്നാൽ നിപ്പും പരിപാടിയും ഒക്കെ ആയിട്ട് ആ പെനാൽറ്റി തന്നെ എടുക്കുക ആള്, അതാണ് പെർഫെക്റ്റ്. പിന്നെ മെസ്സിയുടെ കേസിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പെനാൽറ്റി എടുക്കാൻ ഇത്രയും പ്രഷറുള്ള ഒരു പ്ലെയർ വേറെ ഇല്ല എന്നുള്ളതാണ്. ഈ ഫുട്ബോൾ വേൾഡിൽ തന്നെ ഇത്രയും പെനാൽറ്റി എടുക്കാൻ പ്രഷറുള്ള ഒരു പ്ലെയർ വേറെ ഇല്ല. ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലെയറാണ്, പക്ഷെ പെനാൽറ്റി എടുക്കാൻ ആൾക്ക് എപ്പോഴും ഭയങ്കര പ്രഷറാണ്. അതായത് ഈ സച്ചിൻ ടെണ്ടുൽക്കർക്ക് സെഞ്ചുറി അടിക്കാൻ നേരത്തുള്ള ഉണ്ടാകുന്ന ഒരു പ്രഷർ പോലെയാണ് പുള്ളിക്ക് പെനാൽറ്റി എടുക്കുന്ന സമയത്ത്. അപ്പോൾ കൂടുതലും പെനാൽറ്റീസ് മെസ്സി മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ കൂടുതലും മെസ്സി എടുക്കുന്ന പെനാൽറ്റി അത്ര ബ്രില്യൻ്റ് ആണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ചിടെയായിട്ട് മെസ്സി എടുക്കുന്ന പെനാൽറ്റീസിലൊക്കെ കുറച്ച് ട്രിക്സ് ഉള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് പെനാൽറ്റി എടുക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ നെയ്മർ പറയുന്നുണ്ടായിരുന്നു, മെസ്സി നെയ്മറുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് PSG ഉണ്ടാകുന്ന സമയത്തായിരിക്കണം. അപ്പോൾ നെയ്മർ പുള്ളിക്ക് ടിപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിയെ പെനാൽറ്റി എടുക്കുന്നത് ടീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആവാം മെസ്സി ഇപ്പോൾ നല്ല ട്രിക്കി ആയിട്ട് കൂളായിട്ടൊക്കെ പെനാൽറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഈ നെയ്മർ എങ്ങനെയാണ് ഇത്രയും ട്രിക്കി ആയിട്ട് ഈ പെനാൽറ്റി എടുക്കുന്നത്? അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് കാണിക്കാം. അപ്പോൾ അതായത് ഇത് മുഹമ്മദ് സലയാണ്. മുഹമ്മദ് സല പെനാൽറ്റി എടുക്കുന്ന സമയത്ത് ആളുടെ ഐ കോൺടാക്ട് നിങ്ങൾ നോക്കുക. ഐ കോൺടാക്ട് ഇവിടെ ബോളിലാണ്, സലയുടെ ഐ കോൺടാക്ട് വന്നിരിക്കുന്നത് ബോളിലാണ്. സോ അടുത്തത് ഹാരി കെയ്ൻ, ആളുടെ ഐ കോൺടാക്ട് നോക്കുക, ബോളിൽ തന്നെയാണ്. റോബർട്ട് ലെവൻഡോസ്കി പെനാൽറ്റി എടുക്കുന്ന പിക്കാണിത്, ഐ കോൺടാക്ട് ബോളിലാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഐ കോൺടാക്ട് ബോളിലാണ്. ലിയണൽ മെസ്സി നോക്കിയേ, ഐ കോൺടാക്ട് ബോളിലാണ്. ഇനിയാണ് സാധനം വരുന്നത് നെയ്മർ ജൂനിയർ. നിങ്ങൾ നോക്കിയേ, ഐ കോൺടാക്ട് എവിടെയാണെന്ന് നോക്കുക, ബോളിലല്ല. ആള് നോക്കുന്നത് കീപ്പറുടെ കാലുകളിലാണ്. നെയ്മറുടെ ഐ കോൺടാക്ട് ഉള്ളത് കീപ്പറിന്റെ കാലുകളിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ കണ്ടത് വെച്ച് ഞാൻ അനലൈസ് ചെയ്ത അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നെയ്മർ കിക്ക് എടുക്കുന്നത് അത് ഒരിക്കലും ഫേക്ക് കിക്കല്ല, ഒരിക്കലും അത് ഫേക്ക് കിക്കല്ല. പക്ഷെ എന്താ പറയാ, കീപ്പറിന്റെ ബാലൻസ് പോയതിനു ശേഷമാണ് നെയ്മറുടെ കിക്ക് ചെല്ലുന്നത്. അതാണ് സത്യം. നെയ്മർ വന്ന് ആക്ഷൻ ഇടുന്നു, നെയ്മറുടെ ആക്ഷനിൽ കീപ്പർ എവിടേക്ക് ഒന്ന് ആയുന്നോ അതിന്റെ ഓപ്പോസിറ്റിൽ നെയ്മർ കിക്ക് എടുക്കും. അപ്പോൾ അത്ര കൂളായിട്ടാണ് നെയ്മർ കിക്ക് എടുക്കുന്നത്. വേണമെങ്കിൽ നെയ്മറുടെ പെനാൽറ്റി കിക്കുകളുടെ ഒരു വീഡിയോ കൂടെ കണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഹായ് ഓൾ, നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ പറഞ്ഞിരുന്നു നെയ്മറുടെ കുറച്ച് വീഡിയോസ് കണ്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന്. കുറച്ച് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ഇടാൻ പറ്റുന്നതല്ല. സോറി, താങ്ക് യു.